നമ്മുടെ വളവഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. ഈ ബോർഡ് കൊടുത്തിരിക്കുന്നതുണ്ടോ, 10 ലക്ഷം രൂപ റോഡിന് അനുവദിച്ചു, 2 ലക്ഷം രൂപ സാംസ്കാരിക നിലയത്തിൻ്റെ വയറിങ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ മോട്ടറിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കാം. നമസ്കാരം ഗൈസ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ചെയ്യാനായിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഒരു പഞ്ചായത്തിൻ്റെ വികസന രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് വിടുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ ഫണ്ടിങ് രീതി അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, അത്യാവശ്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ പറയാനുള്ള ആസ്പദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ ചുറ്റിനുമുള്ള റോഡിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള റോഡിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിരുന്നു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് നമ്മുടെ 13-ാം വാർഡിലെ മെമ്പർ LDF മെമ്പറായിരുന്നു. മെമ്പറായിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, ഭരണസമിതി ആയിക്കോട്ടെ, ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ കിടന്നൊരു റോഡുണ്ടായിരുന്നു. പല പ്രാവശ്യം ഞാൻ ആ റോഡിനെക്കുറിച്ച് വീഡിയോ എടുത്തിട്ടിരുന്നു. എന്നാൽ ഈ ഇലക്ഷനിൽ LDF ഇവിടെ തോക്കുകയും ഇവിടെ UDF മെമ്പർ അധികാരത്തിൽ വരികയും ചെയ്തു. പഞ്ചായത്ത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് UDFൻ്റെ കീഴിലായി. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ്മാൻ മുണ്ടയ്ക്കൽ ഇവിടെ വന്ന ആളുകളെ കാണുകയും അവരുടെ കാര്യങ്ങളെ കമ്മിറ്റി കൂടി അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അവർക്ക് വേണ്ടതായ ചില ഓഫറുകളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഒരു കുടിവെള്ള പദ്ധതിക്കായിട്ടൊരു പുതിയ മോട്ടോർ കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റു പല കാര്യങ്ങളും ഭവന രഹിതരായിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ആ സമയത്താണ് വീണ്ടും ആ റോഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് 5 വർഷം ഇവിടെ ഭരിച്ച, പിന്നെ വേറെ വാർഡിലേക്ക് മാറി നിന്ന് മത്സരിച്ച മെമ്പർ വീണ്ടും നമ്മുടെ MP ഫണ്ടിൽ നിന്ന് എത്രയാണ് 10 ലക്ഷം രൂപ റോഡിന്. അപ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് വളവഴി ജംഗ്ഷനിലും ഇവിടെ OLH എൻ്റെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. ആശംസ. ആ ബോർഡ് എന്താണെന്നുള്ളതിൻ്റെ താഴെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ആ ബോർഡ് നോക്കുക. അപ്പോൾ ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം അവരെ തന്നെ ഫോട്ടോ വെച്ചിട്ട് OLH നിവാസികൾ ചെയ്തതായിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പല നിവാസികൾക്കും അറിയത്തില്ല. അവർ രാവിലെ കാണുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്. എങ്കിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കാതിരുന്ന റോഡ് ഈ ഇലക്ഷൻ എടുത്ത സമയത്ത്, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മാർച്ച് കഴിഞ്ഞ് 4 മാർച്ച് ഏപ്രിലോട് അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കഴിഞ്ഞ 3 വർഷത്തോളം പൊട്ടിപ്പൊളിഞ്ഞ് പല വാഹനങ്ങളും ഇവിടെ വന്ന് മറിയുകയും പലരും 2 വീലറെ വന്ന് തെന്നി വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ്. പലപ്പോഴും നമ്മൾ വീഡിയോ എടുത്തിടുകയും പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് പുതിയ ഭരണസമിതി നമ്മൾ അവർ മുമ്പിൽ ഇമ്മീഡിയറ്റായിട്ട് ഇപ്പം ഈ മാർച്ച് 31-നകത്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വയറിംഗ് എന്നാണ് അനുവദിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ മോട്ടർ അനുവദിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ ഇതുവരെ ആയിട്ടില്ലെന്നാണ് പഞ്ചായത്തിൽ നിന്ന് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോട്ടറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതായിക്കോളും എന്നുള്ള രീതിയിലാണ് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ. അത് ഇതിനു മുമ്പ് ആദ്യം ഒരു ഫ്ലെക്സ് കൊണ്ട് വെച്ചിരുന്നു. ആ ഫ്ലെക്സ് വെച്ചിട്ട് സക്സസ് ആയില്ല, അത് ഒന്നും നടന്നില്ല. രണ്ടാമത് വീണ്ടും പുതിയ ഫ്ലെക്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഫ്ലെക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും, ഞാനത് കാണിക്കുന്നുണ്ട്. പക്ഷേ പല ആളുകളും അറിയുന്നില്ല. ഇപ്പം ഞാനിത് പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെമ്പർ, ആ മെമ്പറിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് തൻ്റെ വാർഡിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഉണ്ട്. അത് മനസ്സിലാക്കി, ഇപ്പോൾ കറണ്ടില്ലാത്ത വീടുകളുണ്ടാകാം, കിടപ്പ് രോഗികളുണ്ടാകാം, വീടില്ലാത്ത ആളുകളുണ്ടാകാം, ബാത്റൂം ഇല്ലാത്ത ആളുകളുണ്ടാകാം. ഇതൊക്കെ നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് റിപ്പോർട്ട് പഞ്ചായത്തിൽ കൊടുത്ത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് സാങ്ഷനാക്കി എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം പഞ്ചായത്ത് മെമ്പറിൻ്റെയാണ്. ഈ പഞ്ചായത്തിൽ ഇത് കൊടുത്തത് എങ്ങനെയാണ് ഈ ഫണ്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റുണ്ട്. ആ സൈറ്റ് എന്താണെന്നുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ സൈറ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഗ്രാം സ്വരാജ് എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാം സ്വരാജ് .gov.in അടിച്ചു കഴിഞ്ഞാൽ ആ സൈറ്റ് വരും. അതിൽ കയറി കഴിഞ്ഞാൽ അതാത് പഞ്ചായത്തുകൾ ഏതൊക്കെ രീതിയിലാണ് ഫണ്ട് വിനിയോഗിക്കുന്നത്, എന്തിനൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായ കൃത്യമായ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കുക. ഇതാണ് ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ പ്ലാനിങ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോയിട്ട് ഓൾ ഇന്ത്യ റിപ്പോർട്ട് 2025-26 സ്റ്റേറ്റ് വൈസ് സമ്മറി റിപ്പോർട്ട്. ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് നമ്മളെടുക്കുക.
കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യണം. കോട്ടയം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉഴവൂർ ബ്ലോക്ക് പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മരങ്ങാട്ടുള്ളി പഞ്ചായത്ത് കാണാൻ സാധിക്കും. നമ്മുടെ മരങ്ങാട്ടുള്ളി പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസത്തെയും, അതായത് കഴിഞ്ഞ ഈ 2025-26 ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയുള്ള ഫണ്ടുകൾ നമ്മൾ വിനിയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കാണാൻ സാധ്യതയുണ്ടോ. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് വോച്ചർ പോയി കഴിഞ്ഞാൽ കണ്ടോ, അവിടെ നോക്കുക. നഴ്സിംഗ് കോളേജ് നെല്ലാർ റോഡ് കോൺക്രീറ്റിങ് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2,37,050 രൂപ. അപ്പം ഇങ്ങനെ ഓരോ രീതിയിലുള്ള ഫണ്ടുകളും ഇവർ വിനിയോഗിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അതേത് ഏരിയയിലേക്കാണ് എത്ര രൂപയാണ് മുടക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇതിൻ്റെ അത്ര കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് ഫണ്ട് കൊടുത്തിരിക്കുന്നത് നമുക്കാകാൻ നോക്കാം. 2026 ഫെബ്രുവരി ലാസ്റ്റ് പോയിരിക്കുന്ന ഫണ്ട് ഞാൻ പറഞ്ഞുതരാം. 15,400 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് എങ്ങനെയാണ് നോക്കിയത് കണ്ടോ, 15,400 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. സാനിറ്ററി ആവശ്യത്തിനായിട്ടാണ്. സതി സന്തോഷ് ഇവിടെ കാണിക്കാൻ സാധ്യത. സതി സന്തോഷ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. മരങ്ങാട്ടുള്ളി പഞ്ചായത്ത് ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ടാണിത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ നിന്ന് പോയിരിക്കുന്ന നമുക്ക് ഈ സൈറ്റ് വഴി നമുക്കറിയാൻ സാധിക്കും. എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഇതാണ് ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ആ സൈറ്റ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം ഈ പഞ്ചായത്തിന് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് നമുക്കൊരു തോന്നലുണ്ടാകും. പഞ്ചായത്തിന് ഫണ്ട് വരുന്നത് നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ കരം, നമ്മുടെ എല്ലാ വീടുകളിലൂടെ മെമ്പർമാർ വന്ന് വീടുകാരെ അടയ്ക്കാൻ പറയുന്നുണ്ട്. ആ വീടിൻ്റെ കരം അടയ്ക്കുന്നത്, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ലൈസൻസ് ഫീ, തൊഴിലാളികളുടെ ഫണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ, ബിസിനസ്സുകാരിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടുകൾ, ഇതൊക്കെയാണ്. പിന്നെ ബിൽഡിങ്ങുകൾ, പഞ്ചായത്തിന് സ്വന്തം ബിൽഡിംഗ് ഉണ്ട്, അതിന് റെൻറ്റിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, ഇതെല്ലാമാണ് പഞ്ചായത്തിൻ്റെ ഓൺ സോഴ്സ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് പഞ്ചായത്തിനുണ്ടാകുന്ന പഞ്ചായത്തിലെ സോഴ്സ് എന്ന് പറയുന്നത് അതാണ്. ഓൺ സോഴ്സ് റവന്യൂ അല്ലെങ്കിൽ OSR എന്ന് പറയും. അടുത്തത് പിന്നെ ഗ്രാൻസ് ആണ്. ഗ്രാൻസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻസ് ഉണ്ട്. ഓരോ പഞ്ചായത്തിനും ഇത്ര ലക്ഷം രൂപ ഡെവലപ്മെൻറ്റിനായിട്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ സാനിറ്ററി നിർബന്ധമാക്കി. ഇപ്പോൾ നമ്മൾ BJP സർക്കാരിനെ പലപ്പോഴും കളിയാക്കി പറയാറുണ്ട്, എന്താ കക്കൂസ് പണിയാൻ കാശ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. പക്ഷേ അതൊരു മേജർ ഘടകമാണ്. നമ്മുടെ കേരളത്തിൽ പോലും സ്വന്തമായിട്ട് ബാത്റൂം ഇല്ലാത്ത പല വീടുകളും ഉണ്ട്. കേരളം വിട്ടാൽ പിന്നെ വടക്കേണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെയിൽവേ ട്രാക്കും റോഡുമാണ് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബാത്റൂമായിട്ട്. പക്ഷേ കേരളത്തിൽ ഇച്ചിരി വ്യത്യസ്തമാണ്. എങ്കിൽ പോലും ആ രീതിയിലുള്ള ഫണ്ട് ഗവൺമെൻറ് കൃത്യമായിട്ട് എല്ലാ പഞ്ചായത്തുകളും കൊടുക്കുന്നുണ്ട്. ബാത്റൂമില്ലാത്തവർക്ക് ബാത്റൂം പണിയുന്നതിന്, ഭവനരഹിതരായിട്ടുള്ളവർക്ക് അതിൻ്റെ തന്നെ പല രീതിയിലുള്ള ഭവന പദ്ധതികളുണ്ട്. ലൈഫ് മിഷൻ മാത്രമല്ല, PMJY പ്രധാനമന്ത്രിയുടെ രീതിയിലുള്ള ഇതുണ്ട്. അതുപോലെ നെഹ്റു ഭവന പദ്ധതി, അങ്ങനെ പല രീതിയിലുള്ള ഭവന പദ്ധതികളും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ പഞ്ചായത്തിന് അതിനൊക്കെ സ്പെഷ്യൽ ഫണ്ടുകൾ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ, പല പ്രൊജക്റ്റുകൾ, ഇതെല്ലാമാണ് ആ അതാത് പഞ്ചായത്തിൽ വരുന്ന ഫണ്ട്. അത് വിനിയോഗിക്കുന്നതിന് വേണ്ടി മെമ്പർ സാന്നിധ്യത്തിലായിരിക്കും അത് വിനിയോഗിക്കുന്നത്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ MLA ഫണ്ടുണ്ട്. കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനങ്ങളിൽ ഒരു MLAക്ക് മിനിമം ഉപയോഗിക്കാൻ പറ്റുന്നത് 1 to 2 crore, മാക്സിമം അങ്ങ് 5 crores വരെ കിട്ടുന്നുണ്ട്. എന്നാലും ഒരു MPക്ക് 5 കോടി രൂപ വരെ ഡയറക്റ്റ് ഉപയോഗം. അത് ലാപ്സ് ആകത്തില്ല ഫണ്ട്. MPയുടെ ഫണ്ടെന്ന് പറഞ്ഞപ്പോൾ 3 കോടിയാണ് ഈ വർഷം ഉപയോഗിച്ചെങ്കിൽ 2 കോടി അടുത്ത വർഷത്തേക്ക് അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടുത്ത വർഷം 5 × 2 7 കോടിയാവും. ലാപ്സ് ആകുന്ന ഫണ്ടല്ല. MLA ഫണ്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്
ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി സ്പെഷ്യൽ അപ്രൂവൽ എടുത്ത് എഞ്ചിനീയർ അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എം പിയുടെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എം പിക്ക് അത് വിനിയോഗിക്കാനുള്ള, നോമിനേറ്റഡ് എം പി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം എം പിക്കുണ്ട്. 5 കോടി വരെ എം പിക്ക് വിനിയോഗിക്കാം. മിനിമം 2 കോടി വരെ ഒരു MLAക്ക് തൻ്റെ മണ്ഡലത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ജോസ് കെ മാണിയുടെ എം പി ജോസ് കെ മാണിയുടെ ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപയാണ് ഇവിടെ ഇവരോട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ആകപ്പാടെ ഈ OLH വഴി കയറിപ്പോകുന്നത് ടാർ ചെയ്തിരിക്കുന്നത് ആകപ്പാടെ ഒരു എത്ര 50-60 മീറ്ററേ ഉള്ളൂ, അല്ലെങ്കിൽ 100 മീറ്റർ താഴെ ഉള്ളൂ. ബാക്കി ഇവർ 400 മീറ്ററും പുറത്തേക്കാണ് പോയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ OLH കോളനിയുടെ കടന്നു പോകുന്ന ഒരു റോഡെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോൾ പല പ്രാവശ്യം ഇതിനു മുമ്പ് ഇങ്ങനെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഉഴവൂർ ബ്ലോക്കിൽ നിന്ന് ആദ്യം ഫണ്ട് അനുവദിക്കുന്നതിനെ കുറിച്ചിട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു തന്നു. അത് പിന്നീട് അപ്രൂവൽ ആയില്ല, അതെന്തോ ക്യാൻസലായിപ്പോയി. പിന്നെ എന്തോ SC ഫണ്ട് എടുത്തിട്ട് ഇവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അവസാനം ഇത് MP ഫണ്ട് വന്നിപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിത് പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം ഭരിച്ചിട്ട് മനഃപൂർവ്വം ആ ഏരിയയിലുള്ള ആൾക്കാർ അത് ചെയ്തു കൊടുക്കാതെ അവരെ നിരുത്സാഹപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഇപ്പോൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങി മാറുന്നതിന് ഇപ്പോൾ, അതായത് ഇപ്പം പുള്ളി ഇപ്പം വാർഡ് മാറിപ്പോയി, ഇവിടെ LDF തോക്കുകയും ചെയ്തു. അപ്പം വലിയ ഫ്ലെക്സ്, ചെറിയൊരു സംഭവം, എന്നിട്ട് OLH കോളനി നിവാസികളെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. സ്വയമായിട്ട് ഫ്ലെക്സ് അടിച്ച് 2 സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടെ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് പലർക്കും അറിയത്തില്ല എന്ന് അവർ പറയുന്നത്. അപ്പം രാഷ്ട്രീയം നല്ലതാണ്, ജനസേവനത്തിന് ഇറങ്ങുന്നത് നല്ലതാണ്, പക്ഷേ അത് പക്ഷപാത രഹിതമായിരിക്കണം. നമ്മൾ പക്ഷം പിടിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാകുന്ന രീതിയിൽ കൂടെ ആകരുത് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ജനസമ്പർക്കം അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് തിരിച്ചടി ഉണ്ടാവേണ്ടതായിട്ട് വരും. കാരണം രാഷ്ട്രീയമായിട്ട് തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ, നമുക്കറിയാം ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല. ഇന്നിപ്പം ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെ നടക്കുന്ന പല ഭരണകർത്താക്കളും അടുത്ത ഇലക്ഷനിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ചിലപ്പോൾ അവർ പരാജയപ്പെട്ടവർ സാധാരണ മനുഷ്യനായി തന്നെ അവർ എന്ത് ചെയ്യണം, മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പം മാളികപ്പുറത്ത് കയറുന്ന മന്നനെ മാറാപ്പ് കയറ്റി നടത്തുന്നത് ഭഗവാനെന്ന് പണ്ട് കവി പാടിയതുപോലെ മനുഷ്യന് അധികാരം കയ്യിൽ വരും. അധികാരം കൈ വരുന്ന സമയത്ത് അത് കൃത്യമായി വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് പുച്ഛം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പലരും വളരെ പുച്ഛത്തോട് തന്നെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വളരെ വലിയ ബോർഡ് രണ്ടെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഇതാണ്, ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. സാധാരണക്കാരെ ആളുകൾക്ക് പല രീതിയിലുള്ള വികസനങ്ങൾ ജനങ്ങളിലേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ഉത്തമ ബോധ്യത്തോടെ വേണം ഓരോ മെമ്പർമാരും അല്ലെങ്കിൽ ഓരോ പ്രവർത്തകരും, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ പഞ്ചായത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇതിനിപ്പോൾ ആരും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചില്ലെങ്കിലും ഒരു കമ്പ്യൂട്ടറുള്ള ആളെ സംബന്ധിച്ചോളം നമ്മുടെ സൈറ്റിൽ കയറുക, പല സൈറ്റുകളുണ്ട്, അതിൽ കയറുക, സെർച്ച് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ചേട്ടാ, അല്ല ചേട്ടാ, താഴെ ഒരു ഫ്ലെക്സ് ഇരിപ്പുണ്ട്, നിങ്ങളാരും അറിഞ്ഞിട്ട് വെച്ചാണോ? കോളനി നിവാസികളെന്ന് പറഞ്ഞിട്ട് അറിവുണ്ടോ? ഞങ്ങളാരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ഫ്ലെക്സ് വന്ന പോലും അറിഞ്ഞിട്ടില്ല. നമുക്കത് കണ്ടിട്ട് പോലില്ല. രാത്രി ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ള ആർക്കും തന്നെ അറിയത്തില്ല താഴെ ഫ്ലെക്സ്. അതായത് നമ്മളീ പറയുന്ന സാംസ്കാരിക നില ഇതാണ് കേട്ടോ. അറിയാട്ടുള്ള ഗ്രാമപഞ്ചായത്ത് OLHയിലുള്ള സാംസ്കാരിക നില ഇതാണ്. ഇതിൻ്റെ വയറിങ്ങിന് 2 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടായിട്ടാണ് താഴെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ആകപ്പാട് ഇതെന്ന് പറയുന്നതിൽ 250 അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റ്. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൻ്റെ വയറിങ്ങിനാണ് 2 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഇതുണ്ടോ? ഈ ഒരു ദുരവസ്ഥയാണ് ഇതിനുള്ളത്. പിന്നെ ജോസ്മാൻ മുണ്ടയ്ക്കൽ ഇവിടെ വന്ന് സംസാരിച്ച സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ചില നിധിക്ക് വേണ്ടിയിട്ടൊരു മോട്ടർ ഓഫർ ചെയ്തതാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ പഞ്ചായത്തിൽ
അത് അനുവദിച്ചിട്ടുണ്ടെന്ന് പഴയ മെമ്പർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുമില്ല ഇതും ഇല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ ചേട്ടാ? അതെ ഇപ്പൊ തന്നെ മെമ്പർ എന്ന് പറയുന്നത് എന്നതാ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇട കിട്ടാൻ കല്ല് കൊണ്ടുവരുമെന്നോ പണിയുമെന്നോ ഒക്കെ പറയണേ. എന്നാൽ ഇതിന് മുമ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അന്നേരം ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് മാറി ഇന്ന് വേറെ വാർഡിലോട്ട് പോയി. ഇവിടുത്തെ വാർഡ് മെമ്പർ പോലും അല്ല. അപ്പോൾ കഴിഞ്ഞ മെമ്പർ അന്ന് നിന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം വന്നിട്ട് അവിടെ ഇട കെട്ടാനായിട്ട് വീട്ടിൽ തരും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റോഡ് തല്ലിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടില്ല. ഒരു വണ്ടി പോലും കയറിയത്. എത്ര പേരോട് മറിഞ്ഞു വീണു. ആ അമ്പരിയുടെ അമ്മേനായിട്ട് വീണു 3 കുത്തിക്കെട്ട് തലയ്ക്ക്. എന്നിട്ട് എപ്പോഴാണ് റോഡ് പോയി കഴിയുമ്പോഴാണ് റോഡ്. ഇന്നലെ മനു അവിടെ തെറ്റി വീണു. നടന്നു വന്നിട്ട് തെറ്റി വീണു. മുട്ടുമ്പോഴെല്ലാം പൊട്ടിയിരിക്കാം മനു. നിങ്ങളുടെ മനു എന്തെല്ലാം ഇവിടെ സഹിച്ച ആൾക്കാർ അതല്ല മുഴുവൻ സാധനക്കാർ ഇവിടെ ഒന്ന് കയറില്ല. ഇപ്പൊ ആ കോൺട്രാക്ടർ അവിടെ വരെ നടന്നു വന്നു പറയാ. അത് ഇപ്പൊ അവിടെ കേടായി വരുന്നത് പൊന്നി ചേട്ടാ നിങ്ങൾ ഇതിലെ എങ്ങനെ ഇതിലെ കയറി പോകണം. എനിക്ക് കയ്യിൽ വെച്ചോണ്ട് കയറി വരിക. ഞാനൊക്കെയാണ് 3 റൗണ്ട് നിന്ന് കയറി വരും. എന്റെ രീതിയിലൊക്കെ ആദ്യം ചെയ്യാറുന്ന ഡീസന്റ് ആയിരുന്നു. പിന്നെ അവസാനം വന്നിട്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ട് വലിയ ഫ്ലെക്സ് ഫ്ലെക്സ് കൊണ്ട് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് 13-ാം വാർഡിന്റെ അവിടെ അതിന് നിവാസികൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതും ഇല്ലല്ലേ? അതൊന്നും പറഞ്ഞില്ല. അവരുടെ പേരിൽ വെക്കരുതായിരുന്നു അല്ലേ? അവരുടെ പേര് വെക്കരുത്, അവരറിയാതെ. നിവാസികൾക്ക് വേണ്ടിട്ട് തന്നെയാണ് ഈ വഴി. പാലക്കത്തടത്തിനൊക്കെ വലിയ അത്യാവശ്യം. അതുപോലെ തന്നെ 4-ന്നൊക്കെ ഇവിടെ കിടക്ക 6 ജീപ്പുള്ള ജോലി ആകെപ്പാടെ 100 മീറ്റർ അതിൻ്റെ അത്ര കയറി പോകുന്നല്ലേ? കോളനിക്ക് അത്ര 100 മീറ്റർ കയറി പോകുന്നു. 100 മീറ്റർ പോലും വഴി ആവശ്യമില്ല. രാവകലില്ലാതെ ഓടുന്നത്. എന്നിട്ട് കോളനിക്കാർ അറിയാതെ തന്നെ കോളനി നിവാസികളുടെ പേര് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? വളവിലുണ്ട്, വളരെ ഫ്ലെക്സ് ഇരിക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. ഞാനാ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അല്ല, ഏതെങ്കിലും ഈ ഫ്ലെക്സ് ഏതെങ്കിലും കോളനി നിവാസികൾ അറിഞ്ഞു വെച്ചാണോ? രാത്രി 12 മണി 1 മണി കഴിഞ്ഞ് കൊണ്ട് വെച്ചതാന്നേ. ആരോ വെച്ചു. അല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ കോളനി നിവാസികൾ യാതൊരു ബോധം പോകണം ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം. അതെ അവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അറിയണം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഈ വഴിയുടെ കാര്യത്തിൽ അല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു, പുള്ളി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞൊരു 3 വർഷത്തിന് മേളിലായി ഇതേ കാര്യങ്ങൾ സംസാരിക്കുകയും ഈ വഴി കുളമായിട്ട് കിടക്കുകയും വണ്ടി കയറാൻ മേലാത്ത അവസ്ഥയും പലരും വീഴുകയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും ഇത് ചെയ്തില്ല. അവസാനം ഇപ്പം ഇറങ്ങി പുതിയ പഞ്ചായത്ത് ഭരണം വന്നപ്പോൾ അറിഞ്ഞും കണ്ട് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ റീസെന്റ് ആയിട്ട് ആൾക്കാർ ബഹുമാനവും കൊടുക്കും, കാര്യമായിട്ട് പറയുകയും ചെയ്യും, ധിക്കാരവും വേണ്ടായിരുന്നു. ഇത് ഓരോരുത്തരും തിരിഞ്ഞ് പിടിച്ച് ഓരോ പരിപാടികളൊക്കെ നടത്തിയങ്ങ് പോയി. ഇപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഈ വഴിക്ക് വേണ്ടി സംസാരിക്കണം. വഴി കുളമായി പലരും വീഴുകയും അന്നൊന്നും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ പുതിയ പഞ്ചായത്ത് ഭരണം വന്നപ്പം, പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഓടി പിടിവെടുത്ത് MP ഫണ്ട് എടുത്ത് വഴി പണിയുന്നു, വയറിങ് നടത്തുന്നു. അത് 2 ലക്ഷം രൂപ ഈ വയറിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് നിന്ന് ചിന്തിക്കണം. സാധാരണ 300, 200, 250, 300 മാക്സിമം അല്ലേ? 300 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടുപോട്ടെ കാശ് ചുമ്മാ കണ്ടത്തിനാ നമ്മൾ അനുകരിക്കല്ല. ചോദിക്കും താഴേന്ന് കെട്ടണം അതോ മോളിൽ നിന്ന് കെട്ടണമെന്ന് ചോദിച്ചു. ചുറ്റുമതിൽ കെട്ടിയാണല്ലേ? ഞാൻ പറഞ്ഞത് താഴേന്ന് കെട്ടിക്കളാൻ പറഞ്ഞപ്പോൾ ആർക്കും പണത്തില്ലല്ലോ. എൻ്റെ കെട്ടി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പലരും പല ചോദിച്ചാലും വരും. കാരണം ഒരു പണി താഴെ തന്നെ ഓരോ കട്ട വെച്ച് കെട്ടി പൊക്കാൻ പറയും. ചുറ്റുമതിൽ കെട്ടി. പക്ഷേ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്ന വയറിങ്ങിന് മാത്രമാണല്ലോ. അത് കെട്ടി കിട്ടുകയല്ല. എന്നാലും ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഒരു പണി എൻ്റെ മതിലെ തന്നെ കിട്ടി. അല്ല ചേട്ടാ, ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് വയറിങ് മാത്രമേ ഉള്ളൂ, ചുറ്റുമതിലില്ലല്ലോ. ചുറ്റുമതിലാണ് എഗ്രിമെന്റ് വെച്ചത്. എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടല്ലേ? എന്താണല്ലേ എഗ്രിമെന്റ് നോക്കാൻ പറയും. അത് കഴിഞ്ഞ് എന്നോട് മെമ്പർ ചോദിച്ചാണ്, തുറച്ച് ചോദിച്ചാണല്ലോ ഇത് അവിടെ നിന്ന് കെട്ടിക്കോട്ടെന്ന് എന്നോട് ചോദിച്ചു. അന്നേരം ഞങ്ങളന്ന് പുള്ളിക്ക് മതിലിൽ ഇച്ചിരി വെള്ളം പിടിച്ചപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങിയായിരുന്നു. അവിടെ ഇരുന്ന കല്ല എൻ്റെ മതിലിൽ ഉണ്ടോ? ഞാൻ കല്ലല്ലായിരുന്നു എൻ്റെ ഇത് വന്നത്. അതെല്ലാവരും കൂടെ കൂടി ഉടക്കി കയറ്റി അവിടെ കൊണ്ടുവച്ചു. ഒരടി എൻ്റെ പോയി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ആഴ്ച കെട്ടാൻ പറഞ്ഞു. അന്നേരം അതിനെപ്പറ്റി ഒന്നും ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഇച്ചിരി നേരത്തെ ചെയ്യായിരുന്നു. ഇവിടെ മാന്തി ഇടിപ്പിച്ചു. എന്നിട്ട് അവിടെ പണിയുണ്ടെന്നും പറഞ്ഞു അവിടെ ഉടക്കിയിട്ട് എൻ്റെ മാത്രം വിടവ് വിട്ട് കുട്ടിച്ചേച്ചിട്ട് അവിടെ തൊട്ട് കിട്ടി ഇങ്ങോട്ട് വന്നു. എൻ്റെ അവിടെ മാത്രം പൊടിച്ചിട്ടേക്ക് പോയി. അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതേ അവസാനം ഇത് പേരെടുക്കാൻ വേണ്ടി കല്ലെടുത്താന്ന് കിട്ടിയിരിക്കുന്നത്. അവർ കല്ലർക്ക് കിട്ടിയിട്ടില്ലെന്ന് കെട്ടി തീർക്കുന്ന തുടക്കം വന്നപ്പോ എന്റെ കല്ല് തന്നെ എടുത്തോളാൻ പറ്റും. ഇപ്പൊ എനിക്ക് കല്ലില്ല. അത്യാവശ്യത്തിന് എന്റെ മിറ്റം കെട്ടാനായിട്ട് എനിക്ക് കല്ലില്ല. ഇവിടെ തുടക്കം വരണ്ടല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് കെട്ടിക്കളാൻ പറഞ്ഞു എന്റെ കല്ലെടുത്ത്. ഞാനന്ന് ഒടുക്കത്തെ പൈസ കൊടുത്തുകൊണ്ട് ഇറക്കിയിട്ടിരുന്ന എല്ലാം എടുത്തിട്ട് കെട്ടിയേച്ച് പോയത്. ഓവിയൊക്കെ അന്നത്തെ